ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വന്നിട്ട് ഒരു സ്പെഷ്യൽ ദിവസമാണ്. കാരണം ഇന്ന് കുഞ്ഞുവാവയ്ക്ക് 5th മന്ത് ആയിട്ടുണ്ട്. അപ്പോൾ എന്തുമാത്രം വളർന്നിട്ടുണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവാണ്. ഇന്ന് അനോമലി സ്കാൻ്റെ ഡേ ആണ്. അപ്പോൾ ഹസ്ബൻഡ് കൂടെ ഇല്ല, ഞാൻ നാട്ടിലാണ്. അപ്പോൾ അമ്മയാണ് എൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ടെസ്റ്റ്, എന്തൊക്കെയുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് സീ ദ ഫർദർ അപ്ഡേറ്റ്സ്. സ്കാൻ ചെയ്യാൻ പോയിട്ട് ബേബി ഉറങ്ങും. അപ്പോൾ ഫേസ് ഒന്നും കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് പോയി നടന്നിട്ട് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ചെയ്ത് തരാം. സോ നമ്മൾ കട്ട്ലറ്റും ഷേക്കും ഒക്കെ കഴിച്ചിട്ട് ഇവിടെ ചില്ലിരിക്കുകയാണ്. അമ്മയുടെ സ്റ്റുഡൻറ്റിൻ്റെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ട് സംസാരിച്ചു. കൊച്ചിനെ ഞാൻ പഠിപ്പിച്ചതാണ്. അവൻ ഇങ്ങോട്ട് വന്ന് ടീച്ചറൊന്നും MBA പഠിക്കുന്നുണ്ട്. സോ സ്കാനൊക്കെ കഴിഞ്ഞു, ബേബിയൊക്കെ കണ്ടു, കൈകൂപ്പിയുള്ള റെക്കമെൻഡ് വേറൊരു ക്വസ്റ്റ്യൻ. അടുത്തത് ബ്ലഡ് ടെസ്റ്റും അങ്ങനത്തെ കുറച്ച് ടെസ്റ്റുകളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ അനോമലി സ്കാനൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഒരു 11 o'clock ഒക്കെ ആയപ്പോൾ പോയതാണ്. എത്തിയപ്പോൾ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞ്, 5 മണി 6 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 5 month സ്കാൻ എന്ന് പറയുമ്പം ബേബിയുടെ ഫുൾ ഗ്രോത്ത് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു സ്കാനാണ്. അപ്പോൾ ബേബി എന്തുമാത്രം വളർന്നിട്ടുണ്ട്, എല്ലാ ഗ്രോത്തും കറക്റ്റാണോ, ലൈക്ക് ഇപ്പോൾ നേസൽ ബോൺസ് എല്ലാം, ഹാർട്ട് റേറ്റ് കറക്റ്റാണോ, നമ്മുടെ ഫുള്ളി കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. എൻ്റെ പെർഫെക്റ്റ്ലി നോർമലാണ്. പിന്നെ സെർവിക്സ് ലെങ്ത് അങ്ങനത്തെ കുറേ പോസ്റ്റീരിയർ ആണോ, എവിടെയാണ്, മേലാണോ താഴെയാണോ, അങ്ങനെ ലോ ലൈങ് ആണോ മേലാണോ, അതൊക്കെ ഫുൾ അറിയാൻ പറ്റും. അങ്ങനെ ബേബിയുടെ ഫുൾ ഗ്രോത്ത് നമുക്ക് കാണാനും പറ്റും. അപ്പോൾ ഞാനത് റെക്കോർഡും ചെയ്തിട്ടുണ്ട്, ഒരു കുഞ്ഞു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഓർക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് കണ്ട സമയത്ത് ബേബി തിരിഞ്ഞടക്കുമായിരുന്നു, ഫേസ് ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എൻ്റെ അടുത്ത് പോയി നടന്നിട്ട്, അപ്പം ഞാൻ നടക്കാനൊക്കെ പോയി കഴിച്ചിട്ടൊക്കെ വന്നപ്പോഴാണ് ഫേസൊക്കെ കാണാൻ പറ്റിയത്. അപ്പോൾ കൈയൊക്കെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് പ്രാർത്ഥിക്കുന്നൊരു പൊസിഷനിലാണ് കിടന്നത്. പുള്ളിക്കാരൻ്റെ ഒരു കാര്യം അങ്ങനെ കിടന്നത്. അപ്പോൾ അപ്പോഴാണ് ഫുള്ള് കാണാനൊക്കെ പറ്റിയത്. പിന്നെന്താ, നമ്മൾ എന്തുമാത്രം ആക്റ്റീവായിരിക്കുന്നു അത്രയും ബേബിയും ആക്റ്റീവായിരിക്കും. പാട്ട് കേൾക്കുമ്പോൾ, നമ്മളെന്തെങ്കിലും കഴിക്കുമ്പോൾ, നടക്കുമ്പോൾ, അങ്ങനെ. ഇപ്പം നമ്മൾ ഫസ്റ്റ് സ്കാനിങ് കയറിയപ്പോൾ ഞാനും നമുക്കൊരു ലിക്വിഡ് വെച്ച് ഇങ്ങനെ തടവിയിട്ടാണ് ചെയ്യുന്നത്, സ്കാൻ ചെയ്യുന്നത്. അപ്പം ഞാനൊന്ന് ഉറങ്ങിപ്പോയാൽ എനിക്ക് ഉറക്കം വന്നായിരുന്നു. അപ്പം എനിക്ക് ഉറക്കം വന്ന ടൈം ബേബി അവിടെ കിടന്ന് സൗണ്ടൊന്നും കേൾക്കുന്നില്ലല്ലോ, എൻ്റെ സൗണ്ടൊന്നും കേൾക്കുന്നില്ല. അപ്പം ഞാൻ സൈലൻ്റ് ആയിരിക്കുകയാണെങ്കിൽ ബേബി സൈലൻ്റ് ആയിരിക്കും. അങ്ങനെ ഫസ്റ്റ് സ്കാനിൽ കിട്ടിയില്ല, 2 പ്രാവശ്യം എടുക്കേണ്ടി വന്നു. അപ്പോൾ 2ാമത്തെ പ്രാവശ്യം ഞാൻ ആക്റ്റീവായിട്ട് ഇരുന്ന സമയത്താണ് ബേബിയുടെ ഇതൊക്കെ കാണാൻ പറ്റിയത്. അപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർ നന്നായിട്ട് ആക്റ്റീവായിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക. വേറെ ഹെൽത്ത് കണ്ടീഷൻസ് റിസ്ക് ഒന്നും ഇല്ലെങ്കിൽ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. ഫുള്ളി ബേബിയെ കാണാനും എല്ലാം പറ്റി. ഇപ്പോൾ പുറത്തൊക്കെ ആണെങ്കിൽ ഈ സമയത്ത് തന്നെ ജെൻഡർ റിവീലൊക്കെ നടത്തുന്ന ഒരു ടൈം ആയിട്ടുണ്ട്. ഇന്ത്യയിൽ ഇല്ലീഗലായിട്ട് നമുക്ക് അറിയാൻ ഒരു മാർഗ്ഗമില്ല. അപ്പോൾ ഏതാണ് ജെൻഡർ എന്നൊന്നും മനസ്സിലായിട്ടൊന്നും ഇല്ല. ഇനി അത് ജനിക്കുമ്പോഴേ അറിയാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ ഞാനും അമ്മയും കൂടെ പോയത്. അങ്ങനെ പോയി ഫുള്ള് വാവെ കണ്ടിട്ട് വന്നു. ഇനി 2 ആഴ്ച കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക്. ഇന്ന് എന്തൊക്കെ ടെസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ അനോമലി സ്കാൻ ഉണ്ടായിരുന്നു, പിന്നെ ഗ്ലൂക്കോസ് ടെസ്റ്റ് ഉണ്ട്. ഗ്ലൂക്കോസ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് അവർ ഗ്ലൂക്കോസ് കുടിക്കാൻ തരും. ഒരു ചെറിയൊരു കപ്പിൽ ഗ്ലൂക്കോസും വെള്ളവും കൂടി മിക്സ് ചെയ്ത് തന്നിട്ട് 1 hour നമ്മൾ വെയിറ്റ് ചെയ്യണം. ഭക്ഷണം കഴിക്കാനൊന്നും പാടില്ല. അത് കഴിഞ്ഞിട്ട് ബ്ലഡും യൂറിനും അതൊക്കെ ഫുള്ളി ടെസ്റ്റ് ചെയ്യും. അപ്പോൾ അതൊരു 3 hours കഴിഞ്ഞ് റിസൾട്ട് വരുള്ളൂ. അപ്പോൾ അത് കിട്ടിയിട്ടില്ല, അത് നെക്സ്റ്റ് ടൈമിൽ കാണിക്കാൻ പറ്റുള്ളൂ. സ്കാനിൽ നമുക്ക് അപ്പോൾ തന്നെ റിപ്പോർട്ട് കിട്ടും. അപ്പോൾ ഇത്രയാണ് ഇന്നുണ്ടായത്. തൈറോയിഡും യൂറിനും അതൊക്കെ അടുത്ത പ്രാവശ്യം അറിയാൻ പറ്റത്തുള്ളൂ. നമുക്ക് 3rd month ഒരു സ്കാൻ ഉണ്ട്, അതിൽ നോർമലായിരുന്നു. ഇപ്രാവശ്യത്തത് ഇനി 2 ആഴ്ച കഴിഞ്ഞിട്ട് വേണം പോയി മേടിക്കാനും. അപ്പോൾ അത് മാത്രം അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ബേബിയുടെ ഗ്രോത്ത്, അനോമലി സ്കാൻ എല്ലാം പെർഫെക്റ്റ്ലി നോർമലാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിലോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്.
സോ ദാറ്റ്സ് ഓൾ ഫോർ നൗ. ഇനി അടുത്തൊരു കുഞ്ഞു വാവയെ കാണാൻ വേണ്ടി പോവുകയാണ്. സോ ബൈ. സ്കാനിൻ്റെ വീഡിയോ അല്ലെങ്കിൽ കുഞ്ഞൊരു ക്ലിപ്പ് എൻഡിൽ പിൻ ചെയ്യുന്നതായിരിക്കും. ബൈ.